എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുൻ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും മന്ത്രിയായിരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട കളമശ്ശേരിയിലെ കുഞ്ഞിക്കയുടെ മൃതദേഹം, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് 2 ദിവസം മുമ്പ് മരിച്ച മയ്യത്ത് ഇന്നലെ കബറടക്കി. സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി എങ്ങനെയും പണമുണ്ടാക്കുന്ന ഇക്കാലത്തെ ജനപ്രതിനിധികൾക്ക്, അല്ലെങ്കിൽ ജനപ്രതിനിധികളെന്ന് അവകാശപ്പെടുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുറേ നാളായി അദ്ദേഹം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോൾ അന്ത്യം ഉണ്ടായത്. കുറേ വർഷങ്ങളായി തന്നെ അദ്ദേഹത്തിന് അർബുദ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് മൂർച്ഛിച്ചും അല്ലാതെയൊക്കെ സുഖപ്പെട്ടുമൊക്കെ വരികയായിരുന്നു. ഇപ്പം എന്തായാലും ശരി, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത്. അപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 74 വയസ്സ് പ്രായമായിരുന്നു. MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഇബ്രാഹിം കുഞ്ഞ് വന്ന വഴികളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സമുദായ സ്നേഹിയും മനുഷ്യ സ്നേഹിയുമായിരുന്നു അദ്ദേഹം. കളമശ്ശേരിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ജനങ്ങൾ ഇത്രയേറെ സ്നേഹിച്ച ഒരു ജനപ്രതിനിധി ഉണ്ടായതായി കാണാൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ, കരുതലോടെ, നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ കാണാമായിരുന്നു. ഇനി അവരുടെ ഇടയിലേക്ക് ഇബ്രാഹിം കുഞ്ഞ് സാഹിബില്ല. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. കേരളത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകമായി കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി ആയിരുന്ന കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക്, വികസന വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച, വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. 100 പാലങ്ങൾ സമയബന്ധിതമായി അദ്ദേഹം അത് പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഒരു മന്ത്രിമാർക്കും കഴിയാത്ത, അസാധ്യമെന്ന് കരുതിയിരുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് നടത്തിയിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തോടും അതിനെ നയിക്കുന്ന തങ്ങൾ കുടുംബത്തോടും ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല. ജലപ്രളയം ഉണ്ടായ കാലത്ത്, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ജലപ്രളയം ഉണ്ടായ കാലത്ത് ഏതെല്ലാം തരത്തിൽ അദ്ദേഹം മനുഷ്യരെ സഹായിച്ചിട്ടുണ്ട്. ആ നാട്ടിലായിരുന്നാലും അല്ലാത്ത നാട്ടിലായിരുന്നാലും സ്വന്തം ചെലവിൽ ബോട്ട് വരുത്തി ആളുകളെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചു. സ്വന്തം ചെലവിലാണ്, മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ചെലവിലൊന്നുമല്ല. അതുപോലെ അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും അവരുടെ ആ കുറിപ്പടി, ഡോക്ടറുടെ കുറിപ്പടി വാട്സപ്പിൽ എത്തിച്ചു കൊടുത്ത, ആ സമയത്ത് എല്ലാവർക്കും മരുന്നുകൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്, മനുഷ്യരെന്ന് പറയുന്നത് ഇങ്ങനെ ഇബ്രാഹിം കുട്ടിയെ കണ്ടുപിടിക്കണം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അവനവൻ്റെ കാര്യം കാണുമ്പോൾ ഒന്ന് ചിരിക്കും, കൈ കൊടുത്താൽ അടുത്ത് ഇടത് കൈ കാണിക്കും, കൈ കഴുകാൻ സോപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൈ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയക്കാരുടെ തികച്ചും വേറിട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ്.
സ്കൂളുകളും കോളേജുകളും എല്ലാം ആവശ്യം പോലെ ഈ കളമശ്ശേരി ഭാഗത്ത് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ആ നാട്ടിന് വേണ്ടി, ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു മണ്ഡലവും കേരളത്തിൽ ഒരു MLA-യോ ഒരു മന്ത്രിയോ ഇത്രയും പിന്നെ കാര്യമായിട്ട് നടത്തിയിട്ടില്ല എന്നാണ് ഈ സാമാജികന്മാർ, അതായത് നമ്മുടെ പഴയ MLA-മാർ തന്നെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം 2 പ്രാവശ്യം മന്ത്രിയായിരുന്നു, 4 പ്രാവശ്യം MLA ആയിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം 2001 MLA ആയിരുന്നു, 2006 MLA ആയിരുന്നു മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ്. ഇപ്പൊ മട്ടാഞ്ചേരി മണ്ഡലമില്ല, അതിന് പകരം ഉണ്ടാക്കിയതാണ് ഈ പിന്നെ നമ്മുടെ കളമശ്ശേരി മണ്ഡലം. എന്തായാലും കളമശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ MLA ആയിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. എപ്പോഴും ഏത് സമയമായിരുന്നാലും അദ്ദേഹത്തിനെ കാണാൻ ജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. ഏത് സമയമൊന്നും പ്രശ്നമല്ലായിരുന്നു. ഏത് പ്രശ്നങ്ങൾക്കും, എന്ത് പ്രശ്നങ്ങൾക്കും ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഏത് സമയത്തും സമീപിക്കാമായിരുന്നു. അങ്ങനെയുള്ള ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, അതായത് കളമശ്ശേരി ഭാഗത്തും ആലുവ ഭാഗത്തും ഒക്കെ അറിയപ്പെട്ടിരുന്ന കുഞ്ഞിക്ക എന്നാണ് അദ്ദേഹത്തിന്റെ ബഹുമാന പുരസ്സരം സ്നേഹത്തോടെ ജനങ്ങൾ വിളിച്ചിരുന്നത്. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കി കൊണ്ടുപോകുന്ന അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ തെക്കൻ തിരുവിതാംകൂറിൽ, അതായത് മലബാർ ഭാഗം വിട്ട് മുസ്ലിം ലീഗിന് ഇത്രയും ഒരു കരുത്തനായ നേതാവ് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രയും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുഖം തന്നെ, അതായത് മലബാർ ഭാഗത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പ്രബലമാണ്. പക്ഷെ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തോട്ട് വന്ന എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മുസ്ലിം ലീഗ് അത്രയും സ്ട്രോങ് അല്ല, ശക്തമല്ല. പക്ഷെ അവിടെ ജനത്തിന്റെ മുഖം, അതായത് ജനങ്ങളുടെ പ്രത്യേകമായ ഒരു താല്പര്യമെടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെന്ന് മുസ്ലിം ലീഗിന് പ്രത്യേകമായ ഒരു മുഖച്ഛായ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. UDF-നും മുസ്ലിം ലീഗിനും അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടമായി തന്നെ അവശേഷിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും പാർട്ടിയോടും ഞങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.